സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കോഴിക്കോട് ബട്ട് റോഡ് ബീച്ച് പാർക്കും നാശത്തിന്റെ വക്കിൽ. പൊളിഞ്ഞ ഇന്റർലോക്കും പൊട്ടിവീഴാറായ അലങ്കാര വിളക്കുകളും തകർന്ന ഇരിപ്പിടങ്ങളുമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന ആവശ്യം ശക്തമാണെങ്കിലും DTPC ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ബട്ട് റോഡ് ബീച്ചിലേക്ക് സുഖമായി ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. കഴിഞ്ഞ വർഷക്കാലത്ത് തിരയെടുത്തതാണ് ഈ സംവിധാനങ്ങളെല്ലാം. മാസങ്ങളേറെയായിട്ടും ഇതുവരെ ശരിയാക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച നടപ്പാതയും അലങ്കാര വിളക്കുകളും ഇരിപ്പിടങ്ങളുമെല്ലാം ഈ വിധമായിട്ടും നേരെയാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ബീച്ചിലേക്ക് ഇറങ്ങുന്നത് തന്നെ അപകടം വരുത്തുന്ന സ്ഥിതിയാണ്. ശില്പനഗരത്തിന്റെ ഭാഗമായി തീർത്ത കവാടത്തിന്റെ മാതൃകയുള്ള കരിങ്കൽ ശില്പത്തിന്റെ മുകൾ ഭാഗം അടർന്നു വീണിട്ടും നാളുകൾ ഏറെയായി. മാസങ്ങൾക്ക് മുമ്പേ തകർന്ന ബീച്ചിന്റെയും പാർക്കിന്റെയും നവീകരണം വൈകുന്നതിൽ സഞ്ചാരികൾ അമർഷത്തിലാണ്. കുട്ടികളായിട്ട് വരുന്ന കുട്ടികൾക്ക് ഉല്ലസിക്കാനും അവരെ കൂടെ സല്ലപിക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗന്ദര്യമായിരുന്ന ഒരു സ്ഥലമാണ് ഈ സൗത്ത് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 മാസം ഒരു വർഷത്തോളമായി തോന്നുന്നു. അപ്പം സൗന്ദര്യവൽക്കരിച്ചതിന് ശേഷം വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞു പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഒന്നുകൂടിയും അത് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ അത് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രൗഢഗംഭീരമായ മാറ്റങ്ങൾ വരുത്തി കുട്ടികൾക്കും അതുപോലെ സഞ്ചാരികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും കൂടുതൽ പേരെ ആകർഷിക്കാനും കോഴിക്കോടിനെ വീണ്ടും സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുമെന്നുള്ളത്. കോഴിക്കോട് ബീച്ച് കഴിഞ്ഞാൽ നഗരത്തിലെത്തുന്നവർ സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ബട്ട് റോഡ് ബീച്ചും പാർക്കും. 2021 നവീകരിച്ച ബട്ട് റോഡ് ബീച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. 2.15 കോടി രൂപയാണ് അന്ന് ബട്ട് റോഡ് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കിയത്. നവീകരണവും പരിപാലനവും ഇനിയും വൈകിയാൽ ഈ ഭാഗം നശിച്ചു പോകുമെന്നുറപ്പ്. പ്രതിദിനം ആയിരങ്ങളെത്തുന്ന ബീച്ചിന്റെ നവീകരണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അനുമതി ലഭിച്ചാൽ സർക്കാരിന് സമർപ്പിക്കുമെന്നുമാണ് DTPC വിശദീകരിക്കുന്നത്. കോഴിക്കോട് നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് എത്തുന്നവർ സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബട്ട് റോഡ് ബീച്ചും പാർക്കുമൊക്കെ. എന്നാൽ പാർക്കിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് പൊട്ടിവീഴാറായ അലങ്കാര വിളക്കുകളും തകർന്ന ഇരിപ്പിടങ്ങളും ആണ് എന്ന് സന്ദർശകരും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക്. ബട്ട് റോഡ് ബീച്ചിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം എന്നുള്ളത് അതിമാരകമായിട്ടുള്ള ലഹരി ഉപയോഗം. അതുപോലെ തന്നെ അവിടെയുള്ള ലൈറ്റുകൾ, ഹൈമാസ് ലൈറ്റുകൾ, 2 വിളക്കുകൾ മാത്രമാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ബട്ട് റോഡ് ബീച്ചിൽ പ്രവർത്തിക്കുന്നത്. ആരും വന്ന് നോക്കിയതുണ്ടാവും. ആ ഊഞ്ഞാലൊക്കെ അടക്കം പൊട്ടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മഴയ്ക്ക് ഇതൊക്കെ പൊരിഞ്ഞങ്ങോട്ട് താഴെ പോകും. അതൊരു ഇനി വരെ അധികൃതരാരും വന്ന് ഒന്നും നോക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആൾക്കാരൊക്കെ ഒരുപാട് വീണിട്ടുണ്ട്. ഞങ്ങൾ ഇടിഞ്ഞ് പൊടിഞ്ഞ് പോലത്തെ മണ്ണിലാണ് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. ഇവിടെ എത്രയോ കാലമായി നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ നന്നാക്കി തന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ മണ്ണിൽ കിടന്നും കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക. അപ്പുറത്ത് കുറേ സാധനം എന്താ പറയുക പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് കുട്ടികളാണുള്ളത് എന്ന്. അപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപകടകരമായ അവസ്ഥ ചെറിയ കുട്ടികളൊക്കെ വീണ് പോയാൽ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളത് പറ്റിക്കഴിഞ്ഞ് പിന്നെ അതിന് പുറകെ നടന്ന കാര്യമില്ല. അതിൻ്റെ പറ്റിയതിന് മുമ്പാണ് അത് നടത്തേണ്ടത്. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന ഘട്ടത്തിൽ ഒരു പ്രതികരണം വരുന്നത് ഇങ്ങനെയാണ്. ഷെറിൻ ജോഷി പറയുന്നു, ഈ കാട് നശിപ്പിച്ചാൽ മൃഗങ്ങൾ ആരോട് പരാതി പറയും എന്നാണ് അവരുടെ ചോദ്യം. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഒരു പക്ഷേ അവർ ഉന്നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാജേന്ദ്രൻ വയല ചോദിക്കുന്നുണ്ട്, 24 അടുത്ത അവതാര പുലികൾക്ക് എന്താണ് സസ്പെൻസ് എന്നാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് പോലും അതിൽ എന്താണ് നടക്കാൻ പോകുന്നത് അടുത്തതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടത് ഇപ്പോഴും സസ്പെൻസായി തന്നെ തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. SFI എന്തി അനക്കമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അനിൽകുമാർ ജിയുടെ ചോദ്യമൊക്കെ ഇപ്പോൾ കമന്റ് രൂപത്തിൽ വരുന്നുണ്ട്.